ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാം. രാവിലെ ഞങ്ങൾ നേരത്തെ തന്നെ റെഡിയായി. മോനെ സ്കൂളിലാക്കിയിട്ട് വേണം ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ദിവസങ്ങളിലൊക്കെ രാവിലെ ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇങ്ങനെ ബാഗൊക്കെ തൂക്കിയിട്ട് പോകുമ്പോൾ എന്തോ ജോലിക്ക് പോകുന്ന പോലെ തോന്നുന്നത്. ശരിക്കും എന്നും പോയി എനിക്കിതൊരു ജോലി പോലെയായി കേട്ടോ. അങ്ങനെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, അതായത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് എത്തി. അവിടെ ചെല്ലുമ്പോൾ ആൾ നല്ല ജോലിയിലായിരുന്നേ. ഞാൻ വരുന്നതിന് മുമ്പായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള പണിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ആൻറ്റി ജോലി ചെയ്യുന്ന ടൈമിലാണ് ഞങ്ങൾ എന്ത് കണ്ടൻറ്റാണെന്ന് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കലോ സ്ക്രിപ്റ്റ് എഴുതലോ ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് അപ്പോൾ എന്ത് തോന്നുന്നോ അത് ഞങ്ങളങ്ങ് ചെയ്യും. അവരുടേതായ രീതിയിൽ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കും. ചെന്ന ഉടനെ ചെയ്തത് വീഡിയോ ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ മാറി ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ആൻറ്റി പെട്ടെന്ന് ജോലികളൊക്കെ ഒതുക്കി അതിനിടയ്ക്കൂടെ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ. ഉച്ചയായപ്പോഴത്തേക്കും ആൻറ്റി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്ന ശേഷമാണ് ഞാൻ വിളിക്കാനായിട്ട് ആൾ വന്നത്. പിന്നെ ഞങ്ങളെല്ലാവരോടും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ചാനലിന് പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ. ഡെയിലി വരിക, വീഡിയോ എടുക്കുക, പോവുക, പിറ്റേ ദിവസം വരിക, വീഡിയോ എടുക്കുക, പോവുക. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിറ്റേ ദിവസത്തേക്കുള്ള കണ്ടൻറ്റുമായിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോവും.